ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം എന്താണെന്ന് മനസ്സിലായോ? ഇത് വെച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ മേക്കിംഗ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, സാനിറ്ററി പാഡൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ളൊരു കവറാണ്. ചില ബ്രാൻഡുകളിൽ ഈ കവർ കാണാറുണ്ട്, ചിലതിൽ ഇത് ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു ഫ്ലവർ മേക്കിംഗ് ആണ് കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാനതിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ ഇളക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇനി നമ്മളിതൊന്ന് നിവർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നിവൃത്തിയെടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കിയിട്ട് അതിനെ വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ അതിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് ഒരു ഇറുക്കിൽ പശ തേച്ചാണ് എടുക്കുന്നത്. ഇതിലോട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് പോലത്തെ ഈ ഒരു മെറ്റീരിയൽ ചുറ്റി കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഏകദേശം ഒരു റോസൊക്കെ ആ ഒരു രീതിയിലാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന നൂലുകൊണ്ട് നന്നായിട്ടൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കതേ ഗ്ലൂ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഇതുപോലെ ഒട്ടിച്ചും കൊടുക്കാം. എന്നാലും കെട്ടിക്കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ മേൽഭാഗം വേണ്ടാത്ത ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഒരു താഴെ ഭാഗത്ത് ഇതുപോലത്തെ ക്രേ പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഗ്രീൻ ടേപ്പ് തീർന്നു പോയപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രേ പേപ്പർ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു അഭംഗി മാറുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുട്ടുകളും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ മെറ്റീരിയൽ തന്നെ ഞാൻ ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇറുക്കിലയിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കോൺ ഷേപ്പിൽ മടക്കി, പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി അതും നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ മുട്ടുകൾ റെഡി ആയിട്ടുണ്ട്. കുറച്ചിങ്ങനെ കൂമ്പി നിൽക്കുന്ന അതുപോലത്തെ മുട്ടാണ്. അതും ഞാനിത് ഇതുപോലെ ക്രേ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ തണ്ടുമൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭാഗത്തായിട്ട് കുറച്ചിങ്ങനെ ലീഫ് പോലെ ഇങ്ങനെ നിൽക്കത്തില്ലേ, അതും കൂടെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ എന്തായാലും അറിയാം. അപ്പോൾ ഇതേ ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട്, പിന്നെ മുട്ടുകളും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഇതുപോലെ അതിലും കൂടെ ഇതുപോലെ ലീഫ് പോലെ തോന്നിക്കുന്നത് ഒട്ടിച്ചു കൊടുക്കണുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ആ ഫ്ലവറിനും മുട്ടുകൾക്കും ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റും റെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് ഒരു പിങ്ക്, കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു പിങ്ക് ആക്കി എടുത്തിട്ട് ആ ഫ്ലവറിൻ്റെ മുകളിലോട്ട് ഇത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പം കുറച്ചുകൂടെ ഭംഗിയായിരിക്കും വൈറ്റായിട്ട്, വെറും വൈറ്റായിട്ടിരിക്കുന്നതിനേക്കാളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആദ്യം മുട്ടുകളിലാണ് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ ഫ്ലവറിലും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് യെല്ലോയും കൂടെ മിക്സ് ചെയ്താണ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചില റോസസ് കണ്ടിട്ടില്ലേ, ഒരു പിങ്കും യെല്ലോയും ഒക്കെ ചേർന്നിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ഇതിനകത്ത് വന്നിട്ട് കുറച്ച് കളർഫുള്ളായിട്ടിരിക്കുന്ന റോസസിൻ്റെ പെറ്റൽസ് കണ്ടിട്ടില്ലേ, ആ ഒരു തീമിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്, കളറൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മുട്ടുകൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഫ്ലവേഴ്സും കൂടെ കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന, ഒന്നുകിൽ കത്തിച്ച് കളയും അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നിലോട്ട് ഇടുന്ന വെറും വേസ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇത്രയും നല്ല ഭംഗിയിലുള്ള ഫ്ലവർ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യണേ. താങ്ക്